ഓക്കെ, എയ്ഗൻ വാല്യൂസ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെഡ്. നമ്മൾ ജെ സ്ക്വയർ കെറ്റ് എ ബിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ എയ്ഗൻ വാല്യൂ ഇക്വേഷൻ ആണ് എയ്ഗൻ വാല്യൂ എ കെറ്റ് എ ബി തന്നെ കിട്ടും. അതുപോലെ തന്നെ ജെ സെഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ആണ്. അപ്പം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സെറ്റ് കമ്പോണൻ്റാണ് ജെ സെഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ, കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ഇൻറ്റു കെറ്റ് എ ബി എന്ന് കിട്ടും. എയും ബിയും എന്താണ്? എയ്ഗൻ വാല്യൂസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എയും ബിയും എയ്ഗൻ വാല്യൂസിൻ്റെ വാല്യൂ എ എന്താണ് ബി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ സപ്പോസ് ചെയ്യാണ് ദ സൈമൾട്ടേനിയസ് എയ്ഗൻ കെറ്റ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെഡ് എന്ന് പറയുന്നത് കെറ്റ് എ ബി ആണ്. അപ്പം ഈ സൈമൾട്ടേനിയസ് എയ്ഗൻ കെറ്റിലേക്ക് ലാഡർ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുക. ജെ പ്ലസ് എന്ന് പറയുന്ന ലാഡർ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ലാഡർ ഓപ്പറേറ്റർ ജെ സ്ക്വയറിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ജെ സ്ക്വയർ കെറ്റ് എ ബിയിലേക്കാണ് ലാഡർ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? എയ്ഗൻ വാല്യൂവിന് വ്യത്യാസമൊന്നും വരില്ല. എന്താണ്? എ ഇൻറ്റു കെറ്റ് എ ബി തന്നെ വരും. ഇതെന്താ? എത്ര പ്രാവശ്യം? എൻ പ്രാവശ്യം ജെ പ്ലസ് ഇതിലേക്ക് ആക്ട് ചെയ്താൽ ജെ പ്ലസ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, അപ്പം എൻ ടൈംസ് ആണ് ജെ പ്ലസ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രാവശ്യം? എൻ പ്രാവശ്യം ഈ സ്റ്റേറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ വരും അല്ലേ? എൻ പ്രാവശ്യം ഈ എക്ക് മാറ്റമൊന്നും വരില്ല, എൻ പ്രാവശ്യം അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതുപോലെ ജെ സെഡിലാണ്, ജെ സെഡ് കെറ്റ് എ ബിയിലാണ് ജെ പ്ലസ് ആക്ട് ചെയ്യുന്നത്. എന്ത് സംഭവിക്കും? എൻ എച്ച് കട്ട് അല്ലേ? ഒരു പ്ലസ് എച്ച് കട്ട് ഒരു മാറ്റമാണ് അതിന് വരുന്നത്. അപ്പോൾ ബി പ്ലസ് എച്ച് കട്ട്, അടുത്ത പ്രാവശ്യമാണെങ്കിൽ ബി പ്ലസ് ടു എച്ച് കട്ട്, അങ്ങനെ എൻ പ്രാവശ്യം ജെ പ്ലസ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി പ്ലസ് എൻ എച്ച് കട്ട് എയ്ഗൻ വാല്യൂ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ് കെറ്റും വരും. അപ്പോൾ എന്താണ്? അവിടെ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും. അങ്ങനെ ബി എൻ പ്രാവശ്യം ആക്ട് ചെയ്താൽ എയ്ഗൻ വാല്യൂ കൂടുന്നതിൻ്റെ പരിധി ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ബി മാക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്താ ജെ എന്ന് പറഞ്ഞ ജെ സ്ക്വയർ ഈസ് ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയർ പ്ലസ് ജെ സെഡ് സ്ക്വയർ ആണ്. ഇഫ് ജെ വൈ സ്ക്വയറും ജെ സെഡ് സ്ക്വയറും 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ജെ സ്ക്വയർ എവിടെ ഇനീക്വാളിറ്റി സൈൻ വരും. ജെ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ സെഡ് സ്ക്വയർ. സോറി, ജെ എക്സ് സ്ക്വയറും ജെ വൈ സ്ക്വയറും 0 ആണെന്നുണ്ടെങ്കിൽ ജെ സെഡ് സ്ക്വയറിന് ഒരു ഇനീക്വാളിറ്റി സൈൻ ജെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ സെഡ് സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് നമ്മളിതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുക്കുകയാണ്. ഓക്കെ, എക്സ്പെക്റ്റേഷൻ വാല്യൂ എക്സ്പ്രഷൻ ഓഫ് ജെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്പ്രഷൻ ഓഫ് ജെ സെഡ് സ്ക്വയർ. ആൻഡ് ദെൻ വിത്ത് റെസ്പെക്ട് ടു ഏതാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ എടുക്കേണ്ടത്? ഏത് സ്റ്റേറ്റുമായിട്ട്? നമ്മുടെ സൈമൾട്ടേനിയസ് എയ്ഗൻ കെറ്റ് കെറ്റ് എ ബി നമ്മൾ ചൂസ് ചെയ്തപ്പം ബ്രാ എ ബി ജെ സ്ക്വയർ കെറ്റ് എ ബി അല്ലേ? ഇനി നമ്മളിങ്ങനെ ഓപ്പറേറ്റർ ആദ്യം ഏതിലാണ് ആക്ട് ചെയ്യുന്നത്? കെറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. സോ കെറ്റിൽ ആക്ട് ചെയ്യാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദെൻ എഗെയിൻ ഇവിടെ ഇതേപോലെ തന്നെ ബ്രാ എ ബി ജെ സ്ക്വയർ ജെ സെഡ് സ്ക്വയർ കെറ്റ് എ ബി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആക്ട് ചെയ്യുകയാണ്. അപ്പം ജെ സ്ക്വയർ കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എ എന്ന് പറയുന്നതാണ് നമ്മുടെ എയ്ഗൻ വാല്യൂ കിട്ടുക അല്ലേ? എ എന്ന് പറയുന്ന എയ്ഗൻ വാല്യൂ, ദെൻ എഗെയിൻ ഈ ബ്രായും ഈ കെറ്റും. അപ്പോൾ ഇത് രണ്ടും സിമിലർ ആയിട്ട് ഇത് 1 ആയിട്ട് മാറി. അതുപോലെ തന്നെ ജെ സെഡ് സ്ക്വയർ ജെ സെഡ് കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്ത് നമുക്ക് ബി എന്ന് പറയുന്ന എയ്ഗൻ വാല്യൂ കിട്ടും. എഗെയിൻ ഇവിടെ ജെ സെറ്റും കൂടി ഉണ്ട്, ജെ സെഡ് സ്ക്വയർ അല്ല, അപ്പോൾ ബി സ്ക്വയർ കിട്ടി അല്ലേ? സിമിലർലി ഇവിടെ എന്താണ്? ബ്രാ എ ബിയും കെറ്റ് എ ബി ഉണ്ടാവും, അപ്പോൾ അത് 1 ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീക്വാളിറ്റി ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 12 ആയിട്ട് കൊടുക്കുക. ദിസ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? എയുടെ വാല്യൂവിനനുസരിച്ചിട്ട് ബിയുടെ വാല്യൂ ഡിഫൈൻ ചെയ്യുക അല്ലേ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയറിന്. അപ്പോൾ എയുടെ വാല്യൂവിനനുസരിച്ചിട്ടാണ് ബിയുടെ വാല്യൂവിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്? ബിക്കും എയ്ക്കും അവിടെ എന്തുണ്ടാവും? ഒരു മാക്സിമം വാല്യൂ, ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും, ഒരു ലോവർ ലിമിറ്റും ഉണ്ടാവും. ഓക്കെ, ദ വാല്യൂ ഓഫ് എ ഡിഫൈൻ വാല്യൂ ഓഫ് ബി. ഓക്കെ, ദർ ഈസ് എ മാക്സിമം പോസിബിൾ വാല്യൂ ഫോർ ബി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. കാരണം എന്താണ്? എക്ക് ചേഞ്ച് വരുന്നില്ലല്ലോ. ജെ പ്ലസ് ഓർ മൈനസ് ആക്ട് ചെയ്താലും എയ്ഗൻ വാല്യൂ ഓഫ് ജെ സ്ക്വയറിന് മാറ്റം വരുന്നില്ല. അപ്പം ബിക്കല്ലേ മാറ്റം വരുന്നത്? എച്ച് കട്ടായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എയുടെ വാല്യൂവിനനുസരിച്ചിട്ട് ബീനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും നമുക്ക്. അപ്പോൾ ദർ ഈസ് എ മാക്സിമം പോസിബിൾ വാല്യൂ ഫോർ ബി. അപ്പോൾ അതിനെ നമ്മൾ ബി മാക്സ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നമ്പർ 12 ഇല്ലേ? അപ്പോൾ അതിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. നൗ സോ നമ്മൾ ജെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ
കെറ്റ് എ കോമ ബി മാക്സ് അല്ലേ, ബിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ആരായി, ബി മാക്സ് ആയി. എ കോമ ബി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബിക്ക് ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരുന്നു, നമ്മൾ ബി മാക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ജെ പ്ലസ് ഈസ് ആക്ടിങ് ഓൺ കെറ്റ് എ കോമ ബി മാക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം എന്താണ്, ബിയുടെ വാല്യൂ മാക്സിമത്തിലാണ് നിൽക്കണത് അല്ലേ. അപ്പോൾ മാക്സിമത്തിൽ നിൽക്കുന്ന ഒരു വാല്യൂ ആണ്, പിന്നെ അതിന് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ജെ പ്ലസ് എന്ത് ചെയ്യുന്നു, എച്ച് കട്ടായിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു യൂണിറ്റ് ഓഫ് എച്ച് കട്ടായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി മാക്സിമം വാല്യൂലാണ്, പിന്നെ അതിനെ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് പറയുന്നതാണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ജെ പ്ലസ് കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി പ്ലസ് എച്ച് കട്ടാണ് കിട്ടുക. ഇനി അവിടെ കൂട്ടാനുള്ളതായിട്ടൊന്നുമില്ല, കാരണം ബി മാക്സ് ആണ്, പിന്നെ നമുക്ക് എയ്ഗൻ വാല്യൂ കൂടിയിട്ട് കിട്ടില്ല. ഇനി അതുപോലെ ഇപ്പം നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 13 ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ജെ മൈനസിനെ രണ്ട് സൈഡിലും ആക്ട് ചെയ്യുക. ഇവിടെയും ജെ മൈനസ് ആക്ട് ചെയ്യണോ, ഇവിടെയും ജെ മൈനസ് ആക്ട് ചെയ്യണോ. അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ജെ മൈനസ് ഇൻറ്റു ജെ പ്ലസ് ആക്ടിങ് ഓൺ കെറ്റ് എ കോമ ബി മാക്സ് ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 14. അപ്പോൾ ഇനി എന്താണ് ജെ മൈനസ് ഇൻറ്റു ജെ പ്ലസ് എന്ന് കാണണം. നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ജെ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാഡർ ഓപ്പറേറ്റർ, അതേപോലെ തന്നെ ജെ പ്ലസും ലാഡർ ഓപ്പറേറ്ററാണ്. വാല്യൂസ് കൊടുക്കുക, ജെ എക്സ് മൈനസ് ഐ ജെ വൈ ഇൻറ്റു ജെ എക്സ് പ്ലസ് ഐ ജെ വൈ ആണ്. നമ്മൾ എന്തിനതിനെ എക്സ്പാൻഡ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്കിത് കിട്ടി. അപ്പം ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ അല്ല. അപ്പം ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഐ ഇൻറ്റു ഇതിനെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എ ബി മൈനസ് ബി എ ആണ്. അപ്പോൾ അത് കമ്മ്യൂട്ടേഷൻ ജെ വൈ കോമ ജെ എക്സ് ആണ്. ഇനി ഇത് എഗെയിൻ നമ്മൾ ഈ കമ്മ്യൂട്ടേഷൻ്റെ വാല്യൂ മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ജെ സെഡ് അല്ലേ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ജെ മൈനസ് ഇൻറ്റു ജെ പ്ലസ് എന്ന് പറഞ്ഞ എന്താണ്, ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് എച്ച് കട്ട് ഇൻറ്റു ജെ സെഡ്. ഇക്വേഷൻ നമ്പർ 15 ആയി. ദാറ്റ് ഈസ് ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ വേണ്ടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ 14 നമുക്ക് കിട്ടിയ വാല്യൂ ജെ മൈനസ് ഇൻറ്റു ജെ പ്ലസ് എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് എച്ച് കട്ട് ജെ സെഡ് ആക്ടിങ് ഓൺ കെറ്റ് എ കോമ ബി മാക്സ് ഈസ് ഈക്വൽ ടു 0. ഇനി അപ്പം ഈ ഒരു കേസ് നോക്കുകയാണ്, കെറ്റ് എ കോമ ബി മാക്സ് എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. കാരണം എന്താണ്, ഇതൊരു നൾ ആയിട്ടുള്ള കെറ്റാണ്, ആ കെറ്റല്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെറ്റിൽ ആക്ട് ചെയ്യണമല്ലോ. അപ്പം ആക്ട് ചെയ്തിട്ടുള്ള എയ്ഗൻ വാല്യൂസ് ആയിരിക്കണം 0യിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കണേ. ഓക്കെ, ജെ സ്ക്വയർ നമ്മുടെ കെറ്റ് എ കോമ ബി മാക്സിൽ ആക്ട് ചെയ്തു, ജെ സെഡ് സ്ക്വയർ ആക്ട് ചെയ്തു, എഗെയിൻ ജെ സെഡ് ആക്ട് ചെയ്തു. അപ്പോൾ ജെ സ്ക്വയർ കെറ്റ് എ കോമ ബിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന എയ്ഗൻ വാല്യൂ കിട്ടി, സ്റ്റേറ്റ് കെറ്റ് കിട്ടി. അതേപോലെ തന്നെ ജെ സെഡ് സ്ക്വയർ ആണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ബി സ്ക്വയർ മാക്സ് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ ബി മാക്സ് കിട്ടി, ജെ സെഡ് ആണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ബി മാക്സ് കിട്ടി. ദെൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ കെറ്റുകളെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് പോകും. ആൻഡ് നമുക്ക് എയ്ഗൻ വാല്യൂസ് മാത്രം ഈക്വൽ ടു 0 ആക്കാൻ പറ്റും. അപ്പോൾ എ മൈനസ് ബി മാക്സ് സ്ക്വയർ മൈനസ് എച്ച് കട്ട് ഇൻറ്റു ബി മാക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നമുക്ക് എ കിട്ടി. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി മാക്സ് സ്ക്വയർ പ്ലസ് എച്ച് കട്ട് ഇൻറ്റു ബി മാക്സ് ആണ്. സോ എ ഈസ് ഈക്വൽ ടു ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് കട്ട്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എയ്ഗൻ വാല്യൂ ഓഫ് ജെ സ്ക്വയർ ആണ്. അപ്പോൾ അത് എ എന്ന് പറഞ്ഞാൽ ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് കട്ടാന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 16 ആയിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇൻ എ സിമിലർ മാനർ ദർ മസ്റ്റ് ആൾസോ എക്സിസ്റ്റ് മിനിമം വാല്യൂ ഫോർ ബി. അപ്പോൾ അതെങ്ങനെയാണ്, ജെ മൈനസ് ആണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ജെ മൈനസ് കെറ്റ് എ കോമ ബി മിനിമത്തിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. എഗെയിൻ എന്ത് ചെയ്യണം, ജെ പ്ലസ് ആണ്, അപ്പോൾ രണ്ട് സൈഡിലും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ജെ പ്ലസ് ഇൻറ്റു ജെ മൈനസ് ഈസ് ആക്ടിങ് ഓൺ കെറ്റ് എ കോമ ബി മിനിമം ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ ജെ പ്ലസ് ഇൻറ്റു ജെ മൈനസ് നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ കണ്ടുപിടിച്ച അതേപോലെ തന്നെ സ്റ്റെപ്പുകൾ വെച്ച് കണ്ടുപിടിക്കുക. സോ വി വിൽ ഗെറ്റ് ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ പ്ലസ് എച്ച് കട്ട് ജെ സെഡ് എന്ന് കിട്ടി. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ കോമ ബി മിനിമത്തിൽ ആക്ട് ചെയ്യുകയാണ്. ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയ്ഗൻ വാല്യൂസ് ഈസ് എ മൈനസ് ബി മിനിമം സ്ക്വയർ പ്ലസ് എച്ച് കട്ട് ബി മിനിമം ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, എ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു ബി മിനിമം ഇൻറ്റു ബി മിനിമം മൈനസ് എച്ച് കട്ട് എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, 16ഉം 20ഉം. രണ്ടും എക്കുള്ള ഇക്വേഷനാണ്. ഒന്ന് ബി മാക്സിൻ്റെ ടേമിലും ഒന്ന് ബി മിനിമത്തിൻ്റെ ടേമിലും. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബി മാക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ബി മിനിമം എന്ന് കിട്ടും. ഓക്കെ, ബി മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവാണ്.
സോ എന്താണ് ബി മാക്സും ബി മിനിമം. അപ്പോൾ ബിയുടെ വാല്യൂ ഏതിൻ്റെ ഇടയിലാണ് കിടക്കുന്നുണ്ടാവുക? ബി മാക്സിൻ്റെയും ബി മിനിമത്തിൻ്റെ ഇടയിലാണ് ബിയുടെ വാല്യൂ കിടക്കുക അല്ലേ? അപ്പം ബി മിനിമത്തിൻ്റെയും ബി മാക്സിൻ്റെ ഇടയിലാണ് ബിയുടെ വാല്യൂ കിടക്കുന്നത്. അപ്പോൾ ബി മിനിമത്തിന് നമ്മൾ നെഗറ്റീവ് ഓഫ് ബി മാക്സ് എന്ന് പറഞ്ഞിട്ടാണല്ലോ എഴുതിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഓഫ് ബി മാക്സിൻ്റെയും ബി മാക്സിൻ്റെ ഇടയിലാണ് ബി കിടക്കുന്നത്. ദാറ്റ് ഈസ് നെഗറ്റീവ് ബി മാക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മാക്സ്. ഓക്കെ, ഈ ബി എന്ന് പറയുന്നത് ആരുടെ ഈഗൻ വാല്യൂ ആയിരുന്നു? ജെ സെറ്റിൻ്റെ ഈഗൻ വാല്യൂ ആണോ ബി? അപ്പോൾ അത് മറക്കരുത്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ സ്ക്വയറിൻ്റെ ഈഗൻ വാല്യൂ. ഓക്കെ, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ സെറ്റിൻ്റെ ഈഗൻ വാല്യൂ. ഓക്കെ, അപ്പോൾ അത് കിടക്കുന്നത് മൈനസ് ബി മാക്സിൻ്റെയും പ്ലസ് ബി മാക്സിൻ്റെ ഇടയിലാണ്. ഓക്കെ, നൗ നമുക്ക് കെറ്റ് എ കോമ ബി മിനിമത്തിലേക്ക് ജെ പ്ലസ് കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെ കിട്ടണം? കെറ്റ് എ കോമ ബി മാക്സ് കിട്ടണ്ടേ? ജെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് വരികയാണ് ഈഗൻ വാല്യൂ. സോ എ കോമ ബി മിനിമത്തിലേക്ക് ജെ പ്ലസ് കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ കെറ്റ് എ കോമ ബി മാക്സ് നമുക്ക് കിട്ടണം. ദാറ്റ് ഈസ് ബി മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി മാക്സ് ഈക്വൽ ടു ബി മിനിമത്തിലേക്ക് എൻ എച്ച് കട്ട് ടൈംസ് ഈഗൻ വാല്യൂ കൂടി വരിക. അതായത് എൻ ടൈംസ് ആണ് ജെ പ്ലസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബി മാക്സ് ഇസ് ഈക്വൽ ടു ബി മിനിമം പ്ലസ് എൻ എച്ച് കട്ട് എന്ന് എഴുതാം. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റീജറാണ്. സോ ദാറ്റ് ഈസ് ബി മാക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എൻ എച്ച് കട്ട് ഡിവൈഡ് ബൈ 2. ബി മാക്സ് എൻ എച്ച് കട്ട് ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ എൻ ബൈ 2 എന്നുള്ളതിന് നമ്മൾ ജെ എന്ന് പറഞ്ഞിട്ടാണ് ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഓക്കെ, സോ കൺവെൻഷനലി ടു വർക്ക് വിത്ത് ജെ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം എൻ ബൈ 2 നമ്മൾ സ്മോൾ ജെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എൻ ബൈ 2 ഈസ് ഈക്വൽ ടു സ്മോൾ ജെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ബി മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ എച്ച് കട്ട് എന്ന് വന്നു, ബി മാക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഈഗൻ വാല്യൂ ഓഫ് ജെ സെറ്റ്. ജെ സെറ്റ് ദാറ്റ് ഈസ് സെറ്റ് ഡയറക്ഷനിലുള്ള ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഈഗൻ വാല്യൂ ജെ എച്ച് കട്ടാണെന്ന് വന്നു. ജെ എന്ന് പറയുന്നെങ്കിൽ അവിടെ എന്ത് വരാം? ഇൻറ്റിജറും വരാം, ഹാഫ് ഇൻറ്റിജറും വരാം. ഓക്കെ, സോ നമുക്ക് ബി മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ എച്ച് കട്ടാന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിലാണല്ലോ എയുടെ ഇക്വേഷൻ കിടക്കണം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്താണ്? ജെ എച്ച് കട്ട് ഇൻറ്റു ജെ എച്ച് കട്ട് പ്ലസ് എച്ച്, അതായത് എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് കിട്ടി. എയുടെ വാല്യൂ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് പറയുന്നതാണ് കിട്ടിയത്. ദാറ്റ് ഈസ് ജെ എച്ച് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ സെറ്റിൻ്റെ ഈഗൻ വാല്യൂ ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എച്ച് കട്ട് സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ സ്ക്വയറിൻ്റെ ഈഗൻ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ജെ എച്ച് കട്ട് എന്ന് കിട്ടിയില്ല, നമ്മളതിനെ ബി, ദാറ്റ് ഈസ് ബി മാക്സ് ജെ എച്ച് കട്ടാണ്. ആൻഡ് ബി ഈസ് ഈക്വൽ ടു എം എച്ച് കട്ട്. വി ആർ ഡിഫൈനിങ് ബി ഈസ് ഈക്വൽ ടു എം എച്ച് കട്ട്. എം എന്നുള്ളൊരു നമ്പർ നമ്മളിവിടെ കൊടുത്തു. ബി ഈസ് ഈക്വൽ ടു എം എച്ച് കട്ട്. ഓക്കെ, അപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ അപ്പോൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യും? ജെനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക അല്ലേ? ജെ എച്ച് കട്ടായിരുന്നു, അപ്പോൾ നമ്മളതിനെ എം എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുക ചെയ്തത്. അപ്പം എമ്മിൻ്റെ വാല്യൂ ജെനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ജെ ഈസ് ഇൻറ്റിജർ, എം വാല്യൂ എന്ന് പറയുന്നത് തന്നെയായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും. അതുപോലെ ജെ ഹാഫ് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ എം വാല്യൂവും ഹാഫ് ഇൻറ്റിജർ ആയിരിക്കും. സോ അലൗഡ്, ഇപ്പോൾ ഇവിടെ എല്ലാ ജെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എമ്മിൻ്റെ സ്ഥാനത്ത് ഇടാൻ പറ്റില്ല. അലൗഡ് വാല്യൂസ് ഓഫ് ജെ ആണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. സോ അലൗഡ് വാല്യൂസ് ഓഫ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എം ഇസ് ഈക്വൽ ടു മൈനസ് ജെ മുതൽ പ്ലസ് ജെ വരെയാണ് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ബിയുടെ വാല്യൂ എങ്ങനെയായിരുന്നു? മൈനസ് ബി മാക്സ് മുതൽ പ്ലസ് ബി മാക്സ് വരെ, ഇൻ ബിറ്റ്വീനാണ് ബി കിടക്കുന്നത്. അപ്പോൾ ഈ ബി തന്നെയാണ് നമ്മൾ എന്താണ് എം എച്ച് കട്ട് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആ എമ്മിൻ്റെ വാല്യൂ എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കണം? മൈനസ് ജെ മുതൽ പ്ലസ് ജെ വരെ ആയിരിക്കണം. ഓക്കെ, സോ അതാണ് അലൗഡ് വാല്യൂസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ജെ മുതൽ പ്ലസ് ജെ വരെയാണ്. ദാറ്റ് ഈസ് മൈനസ് ജെ കോമ മൈനസ് ജെ പ്ലസ് 1 മൈനസ് ജെ പ്ലസ് 2 മൈനസ് ജെ മൈനസ് 1. അപ്പോൾ ഇത് ജെ മൈനസ് 1 ആൻഡ് ജെ. സോ ഇത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എങ്ങനെ ഡിഫൈൻ ചെയ്യും? 2j + 1 സ്റ്റേറ്റുകളാണ് എമ്മിന് ഉണ്ടാവുക. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഈഗൻ വാല്യൂ ഇക്വേഷനാണ്. പക്ഷെ ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഇത് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഓക്കെ,
സോ ബി എന്ന് പറഞ്ഞാൽ എം എച്ച് കട്ടാണ്. എമ്മിൻ്റെ വാല്യൂ 2j+1 സ്റ്റേറ്റുകൾ അലൗഡാണ്. -j മുതൽ +j വരെയാണ്. അതേപോലെ എ എന്ന് പറയുന്ന ഈഗൻ വാല്യൂ എച്ച് കട്ട് സ്ക്വയർ j × j+1 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ ജെ സെറ്റിൻ്റെ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ സെറ്റിൻ്റെ ഈഗൻ വാല്യൂ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ എച്ച് കട്ട് എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റിൻ്റെ ടേംസിൽ. അപ്പോൾ എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം യൂണിറ്റ് ആണല്ലോ, അപ്പം ഒരു എച്ച് കട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ജെ സ്ക്വയറിൻ്റെ ആണ് എ എന്ന് പറയുന്ന ഈഗൻ വാല്യൂ. അപ്പം ആംഗുലർ മൊമെൻറ്റം സ്ക്വയർ ആണ്, അപ്പോൾ അവിടെ എച്ച് കട്ട് സ്ക്വയർ വന്നു. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നതിന് ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഓരോ ഇക്വേഷനും ദർ ഈസ് എ ഫിസിക്കൽ മീനിങ്. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ഇത്രയും നേരം കെറ്റ് എ ബി ആണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ജെനെ മാറ്റിയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് എം വെച്ച മാതിരിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റെഡ് ഓഫ് കെറ്റ് എ ബി സൈമൾട്ടേനിയസ് സീക്വൻസിൽ കെറ്റ് എ ബിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജെ സ്ക്വയറിന് ജെ സെറ്റിനെയും കെറ്റ് സൈമൾട്ടേനിയസ് സീക്വൻസിൽ നമുക്ക് ജെയും എമ്മും കെറ്റ് ജെ കോമ കെറ്റ് എം. ഓക്കെ, കാരണം നമ്മൾ എക്ക് വാല്യൂ കണ്ടുപിടിച്ചു, അത് കെറ്റ് എ കോമ കെറ്റ് ബിക്ക് പകരം നമ്മൾ ജെ കോമ എം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് കമ്പോണൻ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും ഇത് ജെ സ്ക്വയറിൻ്റെ ആണെന്നുള്ളത് ഓർമ്മ വേണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കെറ്റ് എ കോമ ബിക്ക് പകരം നമ്മൾ ആരിനിട്ടു, കെറ്റ് ജെ കോമ എമ്മിനിട്ടു. അതുപോലെ നമ്മൾ എക്ക് പകരം ആരിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ജെനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതെന്താണ്, ഈഗൻ വാല്യൂ ഓഫ് ജെ സ്ക്വയർ ആണ്. അതുപോലെ ബിക്ക് പകരം നമ്മൾ എമ്മിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അല്ലേ, ബി ഈസ് ഈക്വൽ ടു എം എച്ച് കട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. ഇൻ ടേംസ് ഓഫ് എം ആണ് കൊടുത്തത്, അത് ഈഗൻ വാല്യൂ ഓഫ് ജെ സെറ്റ് ആണ്. സോ നമുക്കിതിനെല്ലാം കൂടി സമ്മറൈസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, ജെ സ്ക്വയർ ആക്ടിങ് ഓൺ കെറ്റ് ജെ കോമ എം വിൽ ഗിവ് യു എന്താണ് ഈഗൻ വാല്യൂ എന്താ കിട്ടിയത്, ജെ × j+1 × എച്ച് കട്ട് സ്ക്വയർ കെറ്റ് ജെ കോമ എം. അതുപോലെ തന്നെ ജെ സെറ്റ് ആക്ടിങ് ഓൺ കെറ്റ് ജെ കോമ എം എന്ത് കിട്ടി, എം എച്ച് കട്ട് × കെറ്റ് ജെ കോമ എം. അപ്പോൾ ജെ × j+1 × എച്ച് ക്രോസ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ജെ സ്ക്വയറിൻ്റെ ഈഗൻ വാല്യൂ. അതുപോലെ എം എച്ച് കട്ട് എന്ന് പറയുന്നതാണ് ജെ സെറ്റിൻ്റെ ഈഗൻ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കേ, ആംഗുലർ മൊമെൻറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. ഫ്രം ദീസ് ടു ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. റിലേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആകെ ഉപയോഗിച്ചത് മാത്രമാണ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി, ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് വിച്ച് ഇൻ ടേൺ ഫോളോ ഫ്രം ദി പ്രോപ്പർട്ടീസ് ഓഫ് റൊട്ടേഷൻസ് ടുഗെദർ with the definition of JK as a generator of rotation.